നമ്മൾ സാലറീൻ്റെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് ബേസിക് പേ അല്ലെങ്കിൽ ബേസിക് സാലറി, സെക്കൻഡ് വൺ അരിയേഴ്സ് ഓഫ് സാലറി, തേർഡ് വൺ അഡ്വാൻസ് സാലറി, ഫോർത്ത് വൺ കമ്മീഷൻ, ഫിഫ്ത്ത് വൺ അലവൻസസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ദെൻ സിക്സ്ത് വൺ വന്നിട്ടുണ്ടായിരുന്നത് ബോൺഡ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാലറീൻ്റെ സെവൻത്ത് എലമെൻ്റ് ആയിട്ടുള്ള പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ചാണ്. Provident fund is a fund created for future. The amount available in this fund is given to employee on retirement. എംപ്ലോയിൻ്റെ ഫ്യൂച്ചർ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടിനെയാണ് നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഈ പ്രൊവിഡൻറ്റ് ഫണ്ടിലെ എമൗണ്ട് എംപ്ലോയിക്ക് റിട്ടയർമെൻറ്റിൻ്റെ സമയത്താണ് റിസീവ് ചെയ്യുക. Its purpose is to provide employees with lump sum payments at the time of exit from their place of employment. പ്രൊവിഡൻറ്റ് ഫണ്ടിന് 4 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, സെക്കൻഡ് വൺ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, തേർഡ് വൺ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ഫോർത്ത് വൺ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ട് എംപ്ലോയിക്ക് റിട്ടയർമെൻറ്റിൻ്റെ സമയത്താണ് റിസീവ് ചെയ്യുന്നത് എങ്കിലും ഇത് പെൻഷൻ ഫണ്ടല്ല. പെൻഷൻ ഫണ്ടും പ്രൊവിഡൻറ്റ് ഫണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പെൻഷൻ ഫണ്ട് ഡിഫറെൻ്റ് ആയിട്ട്, അതായത് പെൻഷൻ ഫണ്ടിലെ എമൗണ്ട് ഓരോ മന്ത്ലി പേയ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലംസം ആയിട്ടോ എംപ്ലോയിക്ക് ചൂസ് ചെയ്യാം. പക്ഷേ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ എംപ്ലോയിക്ക് ഒരുമിച്ച് ഒരു എമൗണ്ടാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ലംസം എമൗണ്ടാണ് എംപ്ലോയി റിസീവ് ചെയ്യുന്നത്. ഇനി പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, ലോക്കൽ അതോറിറ്റീസ്, യൂണിവേഴ്സിറ്റീസ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, നാഷണലൈസ്ഡ് ബാങ്ക്സ് ഇവയെല്ലാവരുമാണ്. അവിടുത്തെ എംപ്ലോയീസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് അനുസരിച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. അതായത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടാണ് അവർ കവർ ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ് എംപ്ലോയീസിനും സെമി ഗവൺമെൻറ് എംപ്ലോയീസിനും ഒക്കെ കവർ ചെയ്തിട്ടുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീമിനെ പറയുന്ന പേരാണ് അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1925 ബേസിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. This fund is created as per Indian Provident Fund Act 1925. Generally, this is maintained by government or semi-government offices, local authorities, universities, statutory corporations, nationalized banks, etc. അപ്പോൾ ഓർക്കുക, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ഗവൺമെൻറ് എംപ്ലോയീസിനും സെമി ഗവൺമെൻറ് അങ്ങനെയുള്ള സെക്ടേഴ്സിനാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ഉള്ളത്. മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരാണിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Second one, recognized provident fund. Recognized provident fund is created as per Provident Fund Act 1952. This fund is generally maintained by private sector organization. പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻ അവരുടെ എംപ്ലോയീസിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊവിഡൻറ്റ് ഫണ്ടാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇത് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1952 ബേസിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് നമുക്ക് ഗവൺമെൻറ് ഓർഗനൈസേഷൻ അവരുടെ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനുള്ളതാണെന്ന് പറയാം. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആവുന്ന സമയത്ത് പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെന്ന് പറയാം. നെക്സ്റ്റ് തേർഡ് വൺ, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇറ്റ് ഈസ് ദി പ്രൊവിഡൻറ്റ് ഫണ്ട് വിച്ച് ഈസ് നൈദർ സ്റ്റാറ്റ്യൂട്ടറി നോ റെക്കഗ്നൈസ്ഡ്. എനി ഓർഗനൈസേഷൻ ക്യാൻ ഹാവ് ഇറ്റ്സ് ഓൺ പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീം. ഏതെങ്കിലും ഓർഗനൈസേഷന് അതിൻ്റെ സ്വന്തം പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീം ഉണ്ടെങ്കിൽ അതിനെല്ലാം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലാണ് വരിക. അത് സ്റ്റാറ്റ്യൂട്ടറിയുമല്ല റെക്കഗ്നൈസ്ഡുമല്ല. നെക്സ്റ്റ് ഫോർത്ത് പ്രൊവിഡൻറ്റ് ഫണ്ടാണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. ദിസ് ഫണ്ട് ഈസ് മെൻറ്റ് ഫോർ പബ്ലിക് ആൻഡ് വാസ് സ്റ്റാർട്ടഡ് ഓൺ 1st July 1968. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് പബ്ലിക്കിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഗവൺമെൻറ് എംപ്ലോയീസും പ്രൈവറ്റ് എംപ്ലോയീസും അല്ലാതെ വരുന്ന എംപ്ലോയീസ് ആർക്ക് വേണമെങ്കിലും പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ സ്കീം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അവർ ഇത് 1st July 1968 ഫസ്റ്റ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. Every individual can subscribe a minimum amount of 500 and maximum 70,000 a year. ഒരു എമൗണ്ട് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിലെ മിനിമം സബ്സ്ക്രൈബ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 70,000, മിനിമം 500ഉം മാക്സിമം വരുന്നത് 70,000ഉം ആണ് ഒരു ഇയറിൽ.
അതിന് വേണ്ടിയിട്ട് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ അല്ലെങ്കിൽ അതിൻ്റെ സബ്സിഡറീസ് ബ്രാഞ്ചിലോ അതല്ലെങ്കിൽ വേറെ സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്യുന്ന നാഷണലൈസ്ഡ് ബാങ്കിലോ ഒരു പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി. ഈ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് 15 ഇയേഴ്സ് 15 വർഷം കഴിഞ്ഞിട്ടാണ് വിത്ഡ്രോ ചെയ്യാൻ പറ്റുക. An account under the scheme can opened at any branch of State Bank of India or its subsidiaries or at any branch of nationalized banks authorized by central government. The amount can be withdrawn after 15 years. അപ്പോൾ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ മിനിമം ബാലൻസ് വരുന്നത് 500 റുപ്പീസും മാക്സിമം ബാലൻസ് വരുന്നത് മാക്സിമം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് വരുന്നത് 70,000ഉമാണ്. മിനിമം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് 500, മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് 70,000ആണ് ഒരു ഇയറിൽ വരുന്നത്. ഇതാണ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ 4 ക്ലാസിഫിക്കേഷൻസ്. അപ്പം ഫസ്റ്റ് വൺ റെക്കഗ്നൈസ്ഡ് ഫോർ പ്രൈവറ്റ് സെക്ടർ, സെക്കൻഡ് വൺ സ്റ്റാറ്റ്യൂട്ടറി ഫോർ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സെക്ടർ, തേർഡ് വൺ അൺറെക്കഗ്നൈസ്ഡ്, ഫോർത്ത് വൺ പബ്ലിക് പ്രൊവിഡൻറ്റ്. നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. ആദ്യം എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിൽ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ നോട്ട് ടാക്സബിൾ ആണ്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്, സെമി ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റീസ്, യൂണിവേഴ്സിറ്റീസ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്ക്സ് ഇവയിൽ ആരെങ്കിലുമൊക്കെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് അവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി, അവരുടെ എംപ്ലോയർ എന്ന് പറയുന്നത് അപ്പോൾ ആരാണ്? യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി എല്ലാ മാസവും സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടായിട്ട് ഒരു എമൗണ്ട് PF എംപ്ലോയിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ യൂണിവേഴ്സിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിന് എംപ്ലോയി ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് നോട്ട് ടാക്സബിൾ ആണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിന് എംപ്ലോയി ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. ഇനി യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് സ്വന്തമായിട്ട് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് എംപ്ലോയിൻ്റെ സാലറിയിൽ ഇൻക്ലൂഡഡ് ആണ്. ആ എമൗണ്ടിന് ടാക്സ് ചെയ്യും. അതാണ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. വർക്ക് ചെയ്യുന്ന എംപ്ലോയി തന്നെ അവരുടെ SPF കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ഈസ് ഇൻക്ലൂഡഡ് ദാറ്റ് എംപ്ലോയീസ് സാലറി ഈസ് ടാക്സബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിലെ എമൗണ്ടിന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റ് ടാക്സബിൾ അല്ല, ഇറ്റ്സ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ഉണ്ടാവുന്ന എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. നെക്സ്റ്റ് എംപ്ലോയി റിട്ടയർ ചെയ്യുകയാണ്. യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ഉണ്ടായിരുന്നു. ആ എംപ്ലോയി റിട്ടയർ ചെയ്യുകയാണെങ്കിൽ എംപ്ലോയിക്ക് മൊത്തമായിട്ട് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനും എംപ്ലോയി ഇത്രയും കാലം കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടും പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റും എല്ലാം കൂടി ഒരു വലിയൊരു എമൗണ്ട് ഒരുമിച്ച് കിട്ടും. ആ എമൗണ്ട് റിട്ടയർമെൻറ്റ് ടൈമിലായിരിക്കും കിട്ടുക. ആ എമൗണ്ടിനും എംപ്ലോയി ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനും സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ഉണ്ടാവുന്ന ഇൻട്രസ്റ്റിനും സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ഒരുമിച്ച് കിട്ടുന്ന എമൗണ്ടിനും ഒന്നും തന്നെ എംപ്ലോയി ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആകെ എംപ്ലോയിൻ്റെ സ്വന്തം കോൺട്രിബ്യൂഷൻ സാലറിയിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും. അത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രൈവറ്റ് ഫേംസ് ആണ്, അവിടുത്തെ എംപ്ലോയീസിന് വേണ്ടിയിട്ട്. അപ്പോൾ എംപ്ലോയർ പ്രൈവറ്റ് ഫേംസ് ആയിരിക്കും. അപ്പോൾ ഈ പ്രൈവറ്റ് ഫേം അവിടുത്തെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഫേമാണ്. അവിടെ എംപ്ലോയർ എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ഫേമാണ്. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എംപ്ലോയിക്ക് വേണ്ടിയിട്ട്. അവിടെ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ എംപ്ലോയിൻ്റെ സാലറീൻ്റെ 12% വരെയാണെങ്കിൽ 12% വരെയാണെങ്കിൽ എക്സെപ്ഷൻ കിട്ടും. എംപ്ലോയിൻ്റെ സാലറീൻ്റെ 12%-നേക്കാൾ കൂടുതലാണ് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്കിൽ അതിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ RPF കേസിൽ എംപ്ലോയറിൻ്റെ കൊടുക്കുന്ന എമൗണ്ട്, എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട്, RPF എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എംപ്ലോയിൻ്റെ സാലറീൻ്റെ 12% വരെയാണെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല.
എംപ്ലോയീൻ്റെ സാലറീൻ്റെ 12% കൂടുതൽ വരുന്ന എമൗണ്ടിന് മാത്രം എംപ്ലോയി ടാക്സ് കൊടുത്താൽ മതി. ഇവിടെ ഫോർ എക്സാമ്പിൾ സപ്പോസ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സാലറീൻ്റെ 15% എമൗണ്ട് ആണ് RPF എന്ന് വിചാരിക്കൂ. അങ്ങനെ ആവുന്ന സമയത്ത് 12% വരെ എക്സംഷൻ കിട്ടും. അപ്പോൾ ബാക്കി 15% കോൺട്രിബ്യൂട്ട് ചെയ്തത്, 12% വരെ എക്സംഷനും കിട്ടും. ബാക്കി 3%, 3% മാത്രം ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി ഈസ് ടാക്സബിൾ. സാലറീൻ്റെ 12% കൂടുന്നുണ്ടെങ്കിൽ മാത്രം ആ കൂടിയ വാല്യൂവിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. അപ് ടു 12% വരെ ഇതിന് എക്സംഷൻ നമുക്ക് ക്ലെയിം ചെയ്യും. നെക്സ്റ്റ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. RPF എംപ്ലോയി തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് പോലെ തന്നെ സെയിം ട്രീറ്റ്മെൻ്റ് ആണ്. ഇറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ സാലറി ആണ്, അതവിടെ ടാക്സ് ചെയ്യും. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു പ്രൊവിഡൻറ്റ് ഫണ്ട്. RPFൻ്റെ ഇൻട്രസ്റ്റ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ എക്സസ് ഓഫ് 9.5% ഈസ് ടാക്സബിൾ. ഇൻട്രസ്റ്റ് 9.5% വരെയുള്ള ഇൻട്രസ്റ്റിന് എക്സംഷൻ കിട്ടുന്നുണ്ട്. സപ്പോസ് RPFൻ്റെ ഇൻട്രസ്റ്റ് ഒരു 10% എംപ്ലോയിക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ ആ 9.5% വരെയുള്ള എക്സംഷൻ കഴിഞ്ഞ് ബാക്കി 0.5%-ന് മാത്രം എംപ്ലോയി ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ RPFലെ ഇൻട്രസ്റ്റിന് അപ് ടു 9.5% വരെ എംപ്ലോയിക്ക് എക്സംഷൻ കിട്ടും. ബാക്കി 0.5%-ന് മാത്രം എംപ്ലോയി ടാക്സ് കൊടുത്താൽ മതി. RPFൻ്റെ ലംസം എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ സെയിം സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് പോലെ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ്. അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയാണ് RPFൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ആലോചിക്കണം, RPFൽ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനിൽ സാലറീൻ്റെ 12% കൂടുതലാണെങ്കിൽ ടാക്സ് കൊടുക്കണം. എംപ്ലോയീൻ്റെ കോൺട്രിബ്യൂഷൻ സാലറിയിൽ ഇൻക്ലൂഡഡ് ആണ്. ഇൻട്രസ്റ്റ് 9.5% വരെ എക്സംഷൻ കിട്ടും. അതിൽ കൂടുതലാണെങ്കിൽ 9.5%-ൽ കൂടുതലുള്ള വാല്യൂവിന് നമ്മൾ ടാക്സ് കൊടുക്കണം. ഇനി നെക്സ്റ്റ് വരുന്നത് URPF, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ്. എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷന് ടാക്സ് ഇല്ല, നോട്ട് ടാക്സബിൾ ആണ്. അത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് പോലെ തന്നെയാണ് വരുന്നത്. URPFന് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. എംപ്ലോയീൻ്റെ കോൺട്രിബ്യൂഷൻ ആവുന്ന സമയത്ത് എല്ലാത്തിനെ പോലെ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുക സാലറീൻ്റെ അന്ന് ഇറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ സാലറി, ടാക്സബിൾ. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു പ്രൊവിഡൻറ്റ് ഫണ്ട്. അതും സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിനെ പോലെ തന്നെയാണ്, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, നോട്ട് ടാക്സബിൾ ആണ് URPFനും. ലംസം എമൗണ്ട് റിട്ടയർമെൻറ്റിൻ്റെ ടൈമിൽ റിസീവ് ചെയ്യുന്ന സമയത്ത് URPFൻ്റെ കേസിൽ എംപ്ലോയറിൻ്റെ ഷെയറും അതിൻ്റെ ഇൻട്രസ്റ്റും ടാക്സ് ചെയ്യും. എംപ്ലോയീസ് ഷെയർ ആൻഡ് ഇൻട്രസ്റ്റ് ദെറോൺ ഈസ് ടാക്സബിൾ, ബട്ട് എംപ്ലോയീസ് ഷെയർ അതിൻ്റെ ഇൻട്രസ്റ്റിനൊന്നും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ലംസം എമൗണ്ട് URPFൽ മാത്രമേ ഉള്ളൂ ടാക്സ് ചെയ്യുന്നുള്ളൂ. അതും URPFൽ മുഴുവൻ ടാക്സ് ചെയ്യുന്നില്ല. എംപ്ലോയറിൻ്റെ ഷെയറും അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെയും പാർട്ട് മാത്രമേ ഉള്ളൂ URPFൽ ടാക്സ് ചെയ്യുന്നുള്ളൂ. ഇത്രയുമാണ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ടാക്സ് പേർപ്പസിനുള്ള ട്രീറ്റ്മെൻറ്റ് വരുന്നത്. RPFൻ്റെ കേസിൽ ശ്രദ്ധിക്കണം, സാലറീൻ്റെ 12% വരെ എക്സംഷൻ കിട്ടുന്നുണ്ട്. എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷന് അതിൽ കൂടുതലുള്ളതിന് ടാക്സ് കൊടുത്താൽ മതി. ഇൻട്രസ്റ്റ് RPFൻ്റെ ഇൻട്രസ്റ്റിന് 9.5% വരെ എക്സംഷൻ കൂട്ടുന്നുണ്ട്. അതിൽ കൂടുതലുള്ളതിന് ടാക്സ് കൊടുത്താൽ മതി. ബാക്കി ഏകദേശം എല്ലാത്തിനും സെയിം ട്രീറ്റ്മെൻ്റ് ആണുള്ളത്. പിന്നെ വ്യത്യാസം വരുന്നത് URPFൻ്റെ ഫൈനൽ എമൗണ്ട് കിട്ടുന്ന കേസിലാണ്. അതിൽ എംപ്ലോയറിൻ്റെ ഷെയറും ഇൻട്രസ്റ്റ് ദെറോൺ ഈസ് ടാക്സബിൾ. ഇത് നന്നായിട്ട് പഠിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് ട്രാൻസ്ഫേർഡ് ബാലൻസ്. വെൻ ആൻ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഫസ്റ്റ് ടൈം, ദി ബാലൻസ് സ്റ്റാൻഡിംഗ് ടു ദി ക്രെഡിറ്റ് ഓഫ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ട് അറ്റ് ദി ടൈം ഓഫ് റെക്കഗ്നിഷൻ ഈസ് കോൾഡ് ട്രാൻസ്ഫേർഡ് ബാലൻസ്. ഒരു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്, ആ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റിലുണ്ടാവുന്ന ബാലൻസ്, ആ ബാലൻസിനെയാണ് ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറയുന്നത്. അതായത് റെക്കഗ്നീഷൻ്റെ സമയത്ത് എംപ്ലോയീൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റിലുണ്ടാകുന്ന ബാലൻസിനെയാണ് ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ,
വെൻ ആൻ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഫസ്റ്റ് ടൈം. അൺറെക്കഗ്നൈസ്ഡ് ആയിരുന്നു, അതെന്താക്കുക ചെയ്യുന്നത്, റെക്കഗ്നൈസ്ഡ് ആക്കുകയാണ്. ആദ്യമായിട്ടാണ് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് എംപ്ലോയിൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റിലുണ്ടായിരുന്ന ബാലൻസിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫേർഡ് ബാലൻസ്. അത് പഠിക്കണം.